നമുക്കൊരു ഷീപ്പിനെ ക്രോഷേ ചെയ്താലോ? ഇതെനിക്ക് ചെയ്യാൻ കുറച്ച് വലിയൊരു സ്റ്റെപ്പാണ്. കാരണം ഞാനിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയാൽ ഏറ്റവും വലുതായിരിക്കും. പോരാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് യാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ കാണും പോലെ അത്ര ശരിയൊന്നും ആയില്ല. അങ്ങനെ 3ാമത്തെ റൗണ്ട് വരെ ഫ്രോഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയാണ് വന്നു. പിന്നെ വീണ്ടും അതേ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്നെ അറിയാന്നുള്ളവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണ് ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. യെസ്, ഒരു ചേഞ്ചിന് വേണ്ടി മാറ്റിയതാണ്. നൗ ബാക്ക് ടു ദി ക്രോഷേ പ്രോജക്റ്റ്. അമിഗുരുമി സോൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റഫിംഗ് ആണ് മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്. ആൻഡ് എനിക്ക് സ്യൂയിങ് ആണ് ഒട്ടും ഇഷ്ടമില്ലാത്തത്. പിന്നെ വേറൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഞാൻ കുറേ മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു ക്രോഷേ ട്യൂട്ടോറിയലിന്റെ വീഡിയോ ഇടാൻ പോവുകയാണ്. ആൻഡ് അതിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സൺഫ്ലവർ ആണ്. നിങ്ങൾക്കത് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ലാമ്പിന്റെ ബോഡിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ചെവിയും കാലൊക്കെയാണ്. ഹെഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതുകൊണ്ട് അതിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഹെഡ് റെഡിയായി, ബോഡി റെഡിയായി, 2 ചെവി റെഡിയായി, 4 കാലും റെഡിയായി. ഇനി ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ട് സ്യൂയിങ്. ഈ സ്യൂയിങ് ചെയ്തെടുക്കാൻ എനിക്ക് 2 മണിക്കൂർ എടുത്തു. തലയും പൊടി ഫിറ്റ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത്. അങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലാമ്പ് റെഡിയായി.